ഹായ് സ്റ്റുഡൻറ്റ്, ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ റിയൽ നമ്പേഴ്സിൻ്റെ ബാക്കി ഭാഗമാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 1.1 ആണ് കേട്ടോ. നോക്കി, എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ദി പ്രൈം ഫാക്ടേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 140, സെക്കൻഡ് 156, 3825, 505, 7429. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 140 ഇതിൻ്റെയൊക്കെ പ്രൈം ഫാക്ടേഴ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഫാക്ടറൈസേഷൻ നോക്കിക്കേ. 140 നമ്മൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്ന നോക്കിക്കേ. ആദ്യമേ 2 വെച്ചിട്ട് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഫാക്ടറൈസ് ചെയ്യാനായിട്ട്. 2 വെച്ച് നോക്കാം. എന്തുകൊണ്ടാണ് 2 വെച്ച് എടുക്കുന്നത്? നമുക്ക് എൻഡ് ഡിജിറ്റ് ഈവൻ ആണ് അല്ലേ. 0യോ 2ഓ 4ഓ 6ഓ 8ഓ വന്നു കഴിഞ്ഞാൽ നമുക്കത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഡിവിസിബിലിറ്റി റൂള് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, 14നെ 2 കൊണ്ടാകുമ്പം 7 അല്ലേ, 0. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ചെയ്യാം. 2 കൊണ്ടിട്ട് 35 കിട്ടും അല്ലേ. 35നെ നമുക്ക് നോക്കിക്കേ, എൻഡ് ഡിജിറ്റ് 5 ആണ് കിടക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ എന്താണ്, നമുക്ക് 5 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. 5 കൊണ്ട് ചെയ്യുക. 7 5s 35 കണ്ടോ. അപ്പം നമുക്ക് 140യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 2 × 2 × 5 × 7. അപ്പം നമ്മൾ 140യുടെ പ്രൈം ഫാക്ടേഴ്സ് ഏതാ കിട്ടിയിരിക്കുന്നത്? നോക്കിക്കേ, 2 × 2 × 2 × 2 × 5 × 7 അല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഓർഡർ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? ഇതിൻ്റെ പവർ 2 × 2 എന്ന് പറഞ്ഞാൽ 2⁻²2 എഴുതാം അല്ലേ. × 5 × 7 എന്ന് എഴുതാം. കണ്ടോ. അപ്പം നമുക്ക് 140യുടെ ഫാക്ടേഴ്സ് ആണ് 2⁻²2 × 5 × 7 അല്ലേ. ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 156 നോക്കുക. നമുക്ക് ചെയ്യാം. ഇതും നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 15നകത്ത് 2 എത്ര ടൈംസ് ആണ്? 7 ടൈംസ് അല്ലേ. ബാലൻസ് എത്രയുണ്ട്? അവിടെ 1 ഉണ്ട്. 1 ഇവിടെ വരുമ്പോൾ 16നകത്ത് 2 8 ടൈംസ്. ഇതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 7നകത്ത് എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. 3 2s 6. ബാലൻസ് 1. അപ്പോൾ എത്ര വരും ഇവിടെ? 18 ആകും. 9 അല്ലേ. നമുക്ക് വീണ്ടും എന്തുകൊണ്ട് 3 കൊണ്ട് ചെയ്യാം. നോക്കിക്കേ, 9 + 3 എന്ന് പറയുന്ന 12 ആണ്. 3യുടെ എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ആണോ എന്ന് അറിയാൻ ഡിവിസിബിലിറ്റി റൂള് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത്? സമ്മ് ചെയ്തിട്ട് അത് വരുന്നത് എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9 + 3 എന്ന് പറയുന്നത് 12 ആണ്. 12 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 1 3s 3, 3 3s 9 അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടി? 2 × 2 × 3 × 13 അല്ലേ. അപ്പം ഇതിൻ്റെ ഫാക്ടേഴ്സ് എത്രയാണെന്ന് നോക്കുക. ഏതൊക്കെയാണെന്ന് പറഞ്ഞു ഒന്ന്. പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 × 2 × 3 × 13 അല്ലേ. നമുക്ക് ഇതിനെ ഒന്ന് ഓർഡർ ആക്കി എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം അല്ലേ. പിന്നെ 3 × 13. ആൻസർ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം 3 8 2 5 നോക്കിക്കേ. 3 8 2 5. അപ്പം നമ്മൾ 2 കൊണ്ട് പറ്റില്ലെന്നറിയാം. നെക്സ്റ്റ് നമ്മൾ 3 നോക്കണം. 3 നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ 3യുടെ ഡിവിസിബിലിറ്റി റൂള് നമ്മളിവിടെ നോക്കണം. അപ്പം എന്താണ് ഡിവിസിബിലിറ്റി റൂള് പറഞ്ഞിരിക്കുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സം എടുത്ത് അത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നോക്കിയേ, 3 + 8 11, 11 + 2 13, 13 + 5 18 അല്ലേ. 18 എന്ന് പറയുന്നത് നമ്മുടെ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമുക്ക് എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, 3ക്കകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 1 അല്ലേ. ഇവിടെ എന്താണ്? 8നകത്ത് 3 2 ടൈംസ് അല്ലേ. 2 3s 6. ബാലൻസ് ഇവിടെ എത്ര വരും? 2 വരും. 22. 22നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 7 3s 21 അല്ലേ. ബാലൻസ് എത്രയുണ്ട് ഇവിടെ? 1. ഇവിടെ വരുമ്പോൾ എത്രയാണ്? 15 വരുമ്പോഴത്തേക്കും 3 5s 15. ഇനി നോക്കുക, ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതും നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ നോക്കാം. 1 + 2 3,
3 + 7 10, 10 + 5 15. അതിനെ നമുക്ക് ചെയ്യാം അല്ലേ? 15 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമുക്ക് നോക്കാം. 12നകത്ത് 3 4 ടൈംസ്, 7നകത്ത് 3 2 ടൈംസ് അല്ലേ? 3 2s are 6. ബാലൻസ് എത്രയുണ്ട്? 1. അതിവിടെ വരുമ്പോൾ 15. 15നകത്ത് 3 5 ടൈംസ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. സം എടുത്ത് നോക്കിക്കേ. 4 + 2 എത്രയാണ്? 6. 6 + 5 11. 11 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പം നമുക്ക് 3 കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വെച്ച് നോക്കാം? 5 വെച്ച് നോക്കാം. 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻഡ് ഡിജിറ്റ് 0യോ 5ഓ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് വെച്ച് ചെയ്യാം? 5 വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് നോക്കാം. 42നകത്ത് 5 എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ് അല്ലേ? 8 5s are 40. ബാലൻസ് എത്രയുണ്ട്? 2 ഉണ്ട്. 2 ഇവിടെ വരുമ്പോൾ 25. 25 എന്താണ്? 5 5s are 25. ഇനി നമുക്ക് വീണ്ടും എന്തുകൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം അല്ലേ? 8നകത്ത് 5 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ്. 1 5s are 5. ബാലൻസ് എത്രയുണ്ട് ഇവിടെ? 3 35 അല്ലേ? 35നകത്ത് 5 7 ടൈംസ്. കിട്ടിയില്ലേ നമുക്ക്? അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതാണെന്ന് എഴുതാം. നമുക്ക് ഏതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ്? 3 × 3, പിന്നെയോ 5 × 5 × 17 അല്ലേ? നോക്കിക്കേ. ഈ 3 × 3 എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഓർഡറിൽ എഴുതാം. 3 × 3 എന്ന് പറഞ്ഞാൽ 3⁻²2 എഴുതാം അല്ലേ? 5 × 5 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 5² എന്ന് എഴുതാം × 17. കണ്ടോ? ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? 505 5005 5005 അല്ലേ? ഇത് നോക്കിക്കേ. നമുക്കിതിനെ 5 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? 5നകത്ത് 5 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ് അല്ലേ? പിന്നെ 0 0 5നകത്ത് 1 ടൈംസ് അല്ലേ? അപ്പം എന്താ നമുക്ക് നോക്കുന്നത്? ഇത് 5 കൊണ്ട് പറ്റത്തില്ല അല്ലേ? ഇനി നമുക്ക് നോക്കാം 7 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് അറിയാമല്ലോ. എങ്ങനെയാണ് 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്? എൻഡ് ഡിജിറ്റിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റിമൈനിങ് ബാലൻസ് ഉള്ള റിമൈനിങ് നമ്പേഴ്സ് നമ്മൾ അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 0യോ 7ന്റെ മൾട്ടിപ്പിളോ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ്? അത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അത് 1001 അല്ലേ? ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ എൻഡ് ഡിജിറ്റാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ വരയിട്ട് കാണിച്ചിട്ടുണ്ട്. 1 × 2 എന്ന് പറയുന്നത് 2. ബാലൻസ് റിമൈനിങ് നമ്പേഴ്സ് കിടക്കുന്നത് എത്രയാണ്? 100 ആണ് കിടക്കുന്നത് അല്ലേ? 100 - 2 എത്ര കിട്ടും നമുക്ക്? അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പം 98 അല്ലേ? മനസ്സിലായല്ലോ? ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന റിമൈനിങ് നമ്പേഴ്സ് ആ ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് 98 കിട്ടും. 98നെ വീണ്ടും നമുക്ക് ഒന്നുകൂടി ലഘൂകരിക്കാം. 98നെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എത്ര കിട്ടും? 8 × 2 16. ഇനി റിമൈനിങ് നമ്പേഴ്സ് ഏതാ ഇവിടെ കിടക്കുന്നത്? 9 ആണ് കിടക്കുന്നത് അല്ലേ? ആ 9 ഇവിടെ നിന്ന് മൈനസ് ചെയ്യുക. = 7. അപ്പം എന്താ റൂള് പറഞ്ഞിരിക്കുന്നത്? 0യോ 7ഓ 7ന്റെ മൾട്ടിപ്പിളോ 0യോ കിട്ടുകയാണെങ്കിൽ എന്താണ്? 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് എന്താണ്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പം 7 നോക്കിക്കേ. ഇവിടെ 10നകത്ത് 7 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ് അല്ലേ? ബാലൻസ് ഇവിടെ എത്രയുണ്ട്? 3 ഇവിടെ വരുമ്പോൾ 30 എന്താണ്? 7 4s are 28. ബാലൻസ് 2 ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്താണ്? 21 അല്ലേ? 21നകത്ത് 7 3s are 21. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് 143. 143ക്കകത്ത് ഏത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പം 5 കൊണ്ടും പറ്റത്തില്ല, 7 കൊണ്ടും പറ്റത്തില്ല അല്ലേ? ഇനി ഏത് നമ്പർ കൊണ്ട് നമുക്ക് പറ്റുമെന്ന് നോക്കാം. ഇനി നമുക്ക് 11 കൊണ്ട് നോക്കാം. 11 കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? അതായത് അതിൻ്റെ ഓഡ് ഡിഫറൻസ് ഓഡ് നമ്പേഴ്സിൻ്റെയും, അതായത് ഓഡ് പൊസിഷനുള്ള നമ്പേഴ്സിൻ്റെയും ഈവൻ പൊസിഷനുള്ള നമ്പേഴ്സിൻ്റെയും തമ്മിലുള്ള
സമ്മ് കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് 0യോ 11ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ എന്താണ് അത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് നോക്കിയേക്കാം അതല്ലേ. അപ്പം 143 ആണ് അല്ലേ. 143യെ നമുക്ക് എന്താണ് ഓഡ് പൊസിഷനും ഈവൻ പൊസിഷനും എടുക്കാം അല്ലേ. ഇതെന്ന് പറയുന്നത് ഓഡ് പൊസിഷൻ, ഇതെന്ന് പറയുന്നത് ഈവൻ പൊസിഷൻ, ഇതും എന്താണ് ഓഡ് പൊസിഷൻ. ഇനി ഓഡ് പൊസിഷനിലുള്ളവ തമ്മിൽ ആഡ് ചെയ്യുക, അത് ഈവൻ പൊസിഷൻ തമ്മിലുള്ള ആഡ് ചെയ്യുക. ഓഡ് പൊസിഷനുള്ള ഏതൊക്കെയാണ്? ഓഡ് വരുന്നത് 1 + 3 അല്ലേ. അപ്പോൾ എത്രയാണ്? 4 വരും. ഈവൻ പൊസിഷനുള്ള എന്താണ്? 4 മാത്രം = 4 വരും. അപ്പം അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പം എന്താണ് വരുന്നത്? 4 - 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 വരും. കണ്ടോ? 0യോ എന്താ പറഞ്ഞെങ്കിൽ 11ോ മൾട്ടിപ്പിളോ ആയാൽ എന്താണ് വരുന്നത്? അത് 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്ന് പറഞ്ഞാൽ 14-നകത്ത് 11 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ്. 11 × 11 ബാക്കി പോയിട്ട് ഇവിടെ ബാലൻസ് എത്രയാണ്? 3. ഇവിടെ വരുമ്പോൾ 33ക്കകത്ത് 11 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് അല്ലേ. അപ്പം ഇവിടെ കിട്ടിയല്ലോ, എത്ര കിട്ടി? 13 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈം ഫാക്ടർ എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടർ = എന്താണ്? 5 × 7 × 11 × 13. കണ്ടോ? അപ്പോൾ 5005ൻ്റെ പ്രൈം ഫാക്ടർ ആണ് 5 × 7 × 11 × 13. ക്ലിയർ ആണല്ലോ. നമുക്ക് 5th ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7429 അല്ലേ. ഈ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ. ഇവയെ നമുക്ക് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 7429 നോക്കിക്കേ. 2 3 5 7 11 അല്ലേ. ഇതൊന്നും കൊണ്ട് പറ്റത്തില്ല. ഇനി നമുക്ക് നോക്കാം 13 കൊണ്ട് പറ്റുമോ നോക്കാം. 13 കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്? 13ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തായിട്ടാണ് വരുന്നത്? 13ൻ്റെ ഡിവിസിബിലിറ്റി റൂള് അതിന് ലാസ്റ്റ് ഡിജിറ്റിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റിമൈനിങ് പാർട്ട് ആഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? പിന്നെ 13ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കത് എന്തെന്ന് പറയാം? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം അല്ലേ. നമുക്കൊന്ന് നോക്കാം അല്ലേ. നോക്കിക്കേ 7429. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 9. 9നെ നമുക്ക് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4 കൊണ്ട്. എത്ര കിട്ടി നമുക്ക്? 36 കിട്ടും അല്ലേ. റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇത്. അത് നമുക്ക് ഇങ്ങോട്ട് എഴുതി ആഡ് ചെയ്യാം. അപ്പം 742 + 36 778 കിട്ടി അല്ലേ. ഈ 778 എന്ന് പറയുന്നത് എന്തായാലും 13ൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ. ഇനി എത്ര സിംപ്ലിഫൈ നോക്കിയാലും നമുക്ക് ആ 13ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് അടുത്ത നമ്പർ നോക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് 17 കൊണ്ട് നോക്കാം. 13 കൊണ്ട് പറ്റില്ല, 17 കൊണ്ട് നോക്കാം. 7429 നോക്കിക്കേ. ഈ നമ്പർ നമ്മൾ എങ്ങനെയാണ് ഡിവിസിബിലിറ്റി റൂൾ നോക്കിക്കേ, ഏത് കൊണ്ട് ചെയ്യാമെന്ന് നോക്കാം. ഇനി അടുത്ത സംഖ്യ ഏതാണ് നമ്മൾ നോക്കുന്നത്? 17 കൊണ്ട് എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന? ഡിവിസിബിലിറ്റി റൂൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് റിമൈനിങ് പാർട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 0യോ അതുപോലെ തന്നെ 17ൻ്റെ മൾട്ടിപ്പിളോ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് നോക്കിക്കളയാം. നോക്കിക്കേ, 5 കൊണ്ട് 45 742 അല്ലേ. എന്ത് ചെയ്യണം? ഇതിന് റിമൈനിങ് പാർട്ട് അതായത് ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ. 72 742 45 ചെയ്ത് നോക്കുക. 7 9 697 അല്ലേ. അപ്പോൾ 697 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 697. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിനെ വീണ്ടും നമുക്ക് 5 കൊണ്ട് ചെയ്യാം അല്ലേ. 7 5s are 35. ഇവിടെ 69 ആണ് റിമൈനിങ് നമ്പർ. 69 എന്നിട്ട് മൈനസ് ചെയ്യുക. 69 - 35 നോക്കിക്കേ, എത്രയാ കിട്ടുന്നത്? 4 34. അപ്പം എന്താണ് 34 എന്ന് പറയുന്നത്? നമുക്ക് 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ. 17 × 2 ആണ് 34 വരുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇത് 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ.
അതായത് 74 17 എത്രയുണ്ടെന്ന് നോക്കാം. 74 17 എത്രയുണ്ട് നമുക്ക് നോക്കാം. 4 എടുത്ത് നോക്കിയാൽ 17 into 4 എത്ര കിട്ടി? 68 കിട്ടി അല്ലേ. 17 into 4 എത്രയാണ് കിട്ടുന്നത്? 68. അപ്പോൾ 4 times ഈ 68 ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ബാലൻസ് എത്രയുണ്ട് നമുക്ക്? 74 68 പോയാൽ 6 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എത്രയായി നമുക്ക്? 62 ആയി. 62 എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് 17 into 4 68 ആണ് നമ്മൾ കണ്ടു. അപ്പോൾ 17 into 3 നോക്കാം. എത്ര കിട്ടി നമുക്ക്? 51 കിട്ടി അല്ലേ. അപ്പോൾ 51 എന്ന് പറയുന്നത് 3. അപ്പോൾ 51-നകത്തുനിന്ന് 62 മൈനസ് ചെയ്യുക. 62 മൈനസ് 51. 62 51 എത്രയാ പോയി കഴിഞ്ഞാൽ? 62 മൈനസ് 51 എത്ര കിട്ടി? 11. അപ്പോൾ 11 ഇവിടെ വരുമ്പം 119 വരും അല്ലേ. അപ്പോൾ 119. 17 into 7 നോക്കിക്കേ. 17 into 7 എത്ര കിട്ടി നമുക്ക്? 119 കിട്ടി. കണ്ടോ? 437 അല്ലേ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. 17 into 4 എന്ന് പറയുന്നത് 68 ആണ്. ബാലൻസ് 6 ഉണ്ട്. ഇവിടെ വരുമ്പോൾ 62 ആയി. അപ്പോൾ എന്താണ്? 7 3s are 51. വീണ്ടും ബാലൻസ് ഉള്ളത് എത്രയാണ്? ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? 119 കിട്ടും. 119 എന്ന് പറയുന്നതിനകത്ത് എത്ര ടൈംസ് ഉണ്ട്? അതായത് എന്താണ്? 7 times. അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 437 അല്ലേ. അപ്പോൾ ഈ 437നെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? ഏതാണ് ഡിവിസിബിലിറ്റി റൂള്? ഏതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, 437 അല്ലേ. 437 നോക്കിയിട്ട് നമുക്ക് എന്താണ്? 17 കൊണ്ട് ഇനി നമുക്ക് 19 കൊണ്ട് നോക്കാം അല്ലേ. 19 കൊണ്ട് നോക്കാം. നോക്കിക്കേ, എന്താണ് 19ന്റെ ഡിവിസിബിലിറ്റി റൂള് പറഞ്ഞിരിക്കുന്നത്? 19 ഡിവിസിബിലിറ്റി റൂള് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റിമൈനിങ് പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? 19ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ. അതാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാവുന്നു ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ് അല്ലേ. 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 14. ഇനി 43 ആയിട്ട് ആഡ് ചെയ്യണം. 43 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 57 അല്ലേ. അപ്പം 19ന്റെ മൾട്ടിപ്പിൾ ആണ് 57. 19 into 3 ആണ് എത്ര എന്ന് പറയുന്നത്? 57. നോക്കിക്കേ, 19 into 3 അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം? 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവിസിബിലിറ്റി റൂള് ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ. 19ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിക്കേ, 43ക്ക് അത് എത്ര പ്രാവശ്യമാണ്, എത്ര ടൈംസ് വരുമെന്ന് നോക്കിക്കേ. അതായത് 19 into 2. 19 into 2 എന്ന് പറഞ്ഞാൽ 38 കിട്ടും അല്ലേ. 19 into 2 എന്ന് പറഞ്ഞാൽ 38 കിട്ടും. അപ്പോൾ 43ക്കകത്ത് 2 ടൈംസ് ആണ് അല്ലേ. 19 into 2 എന്ന് പറയുന്നത് 38. അപ്പോൾ 43യിൽ നിന്നും 38 മൈനസ് ചെയ്യുക. നോക്കിക്കേ, എത്ര കിട്ടി? 5 കിട്ടി അല്ലേ. 5 ഇവിടെ 5 വരും. അപ്പോൾ 57 എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 19നെ 57 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ്? 23 കിട്ടി. ഇതൊരു പ്രൈം നമ്പർ ആണ്. ഇനി നമുക്ക് അതിനെ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. 7429നെ നമുക്ക് 17 കൊണ്ട് ചെയ്യാൻ പറ്റും. ഡിവിസിബിലിറ്റി റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം 437നെ നമുക്ക് 19 കൊണ്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ അനുസരിച്ച് നോക്കിയപ്പോൾ അതും അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നു അല്ലേ. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് 19നെ ചെയ്തു വന്നപ്പോൾ എത്ര കിട്ടി? 23 കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിയത് ഏതാണ്? 17 into 19 into 23. അപ്പം നിങ്ങൾക്ക് ഇത് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഡിവിസിബിലിറ്റി റൂള് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് എക്സാമിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്ര. അപ്പം ഈ ഭാഗത്ത് ഈ പാർട്ടിലെ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. Find the LCM and HCF for the following pairs of integers and verify that LCM into HCF is equal to product of 2 numbers. അല്ലേ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ LCM ഉം HCF ഉം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ എന്താണ്? അതിനെ വെരിഫൈ ചെയ്യുക. എന്ത്? LCM into HCF is equal to product of 2 numbers. അല്ലേ. അപ്പം നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ സംഖ്യകളെടുത്ത് എഴുതുക. 26 and 91.
ഓക്കെ, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫാക്ടറൈസേഷൻ നടത്തണം, അതായത് പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. അപ്പം 26നെ നമുക്ക് 13 അല്ലേ. ഇനി അടുത്ത നമ്പർ ഏതാണ്? 91. 91നെ നമുക്ക് നോക്കാം. 7 കൊണ്ട് 1 7s are 7, 2 21 എന്താണ് 7 3s are 21. കിട്ടിയില്ലേ? നമ്മൾ അതിൻ്റെ 26ന്റെ ഫാക്ടർ എഴുതാം. 26ന്റെ ഫാക്ടർ 2 × 13 അല്ലേ. 91ന്റെ ഫാക്ടർ 7 × 13. ക്ലിയർ ആണല്ലോ? ഫാക്ടർ എടുത്ത എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? HCF ആൻഡ് LCM. ആദ്യം നമുക്ക് HCF തന്നെ കണ്ടുപിടിക്കാം. HCF എന്ന് പറഞ്ഞാൽ എന്താ? തന്നിട്ടുള്ള നമ്പേഴ്സിൽ കോമൺ ആയിട്ടുള്ളതും സ്മോളസ്റ്റ് പവർ ഉള്ളതുമായിട്ടുള്ളത് നോക്കിയിട്ട് അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ തന്നിരിക്കുന്നതിൽ കോമൺ ആയിട്ടുള്ളത് 13 ആണ് അല്ലേ. അതിന്റെ പവർ 1 തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ 13 തന്നെ എടുക്കും അല്ലേ. അപ്പൊ നമുക്ക് HCF കിട്ടുന്നത് 13. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് അടുത്ത LCM. LCM എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? LCM എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണോ അത് നോക്കിയിട്ട് അതിന്റെ എല്ലാ ഗ്രേറ്റസ്റ്റ് പവർ ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുകയും വേണം അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ LCM എടുക്കുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്? 2 ഉണ്ട്, 13 ഉണ്ട്, 7 ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതങ്ങ് എഴുതാം. 2 × 7 × 13 ഉണ്ട്. 13ന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഇവിടെ ഏതാണ്? 1 തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് 13 തന്നെ, 1 പവർ 1 തന്നെ, എല്ലാത്തിൻ്റെയും പവർ 1 തന്നെയാണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 2 14, 14 × 13, 14 × 13. 182 കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് 182 കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ നോക്കിക്കേ, ഇപ്പൊ LCM കിട്ടി, നമുക്ക് HCF കിട്ടി അല്ലേ. 2 × 7 × 13, അപ്പൊ 182. ഓക്കെ, നമുക്ക് ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞു. LCM HCF കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അത് പ്രൂവ് ചെയ്യണം, വെരിഫൈ ചെയ്യണം. LCM HCF പ്രോഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. LCM × HCF is equal to എന്താണ്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്, 2 നമ്പേഴ്സ് അല്ലേ. പ്രോഡക്റ്റ് ഓഫ് ദി 2 നമ്പേഴ്സ്. നമുക്ക് നോക്കാം. LCM എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? 182 അല്ലേ. 182 × HCF എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത്? HCF 13 അല്ലേ. ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മുടെ നമ്പേഴ്സ് തന്നിരിക്കുന്ന നമ്പേഴ്സ് 26 and 91. അതിന്റെ എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? പ്രോഡക്റ്റ്. അപ്പൊ എന്താണ്? 26 × 91. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 182നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കാം. 182 × 13, 3 2s are 6, 8 × 3 24, 2, 1 × 3 3, 3 + 2 5, 1 × 2 2, 1 × 8 8, 1 × 1 1, 6 6, 3 8 + 5 കൂടെ 13, 2 3 6 6 കിട്ടി അല്ലേ. നമുക്ക് കിട്ടിയ ആൻസർ 180 × 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 2366 അല്ലേ. 2366. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ്? 26 × 9, 26 × 9 അല്ല, സോറി, 91. അപ്പോൾ 26 × 91 പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് വന്നിരിക്കുന്നത് 26 91 ആണ്. അപ്പോൾ 6 × 1 6, 2 × 1 2, 9 × 6 9 6 are 54 അല്ലേ. 5, 9 2s are 18, 18 + 5 23, 6 6 2 3 2 3 6 6. കണ്ടോ? 2 3 6 6 കണ്ടോ? ആൻസർ കിട്ടിയ കണ്ടോ? അപ്പൊ നമുക്ക് LCM × HCF 2366 കിട്ടി. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സും 2366. അപ്പൊ എന്താണ് പറഞ്ഞത്? LCM × HCF is equal to പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. രണ്ടും സെയിം ആണ്. അപ്പൊ LHS എന്ന് പറഞ്ഞാൽ എന്താണ്? RHS കിട്ടി അല്ലേ. അപ്പൊ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്, നമ്മൾ RHS റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് കണ്ടു. അപ്പൊ എന്താണ്? LCM ×
HCF ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടിയിരിക്കുന്നത്? ദി പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഹെൻസ് വെരിഫൈഡ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇവിടെ 26 91 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അതിന്റെ ആദ്യമേ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ HCF LCM കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് തമ്മിൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. ഇപ്പൊ എന്നിട്ട് എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ എന്താണ്? നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? LCM × HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. LHS ഈസ് ഈക്വൽ ടു RHS. അപ്പം വെരിഫിക്കേഷൻ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 510 and 92 അല്ലേ? നമുക്ക് 510 നോക്കാം. നിങ്ങൾ തന്നെ പറയണ ആൻസർ 510. നോക്കിക്കേ, 2 വെച്ചിട്ട് ചെയ്യാം. 5നകത്ത് 2 2s are 4 അല്ലേ? ബാലൻസ് ഇവിടെ എത്രയുണ്ട്? 1. അപ്പോൾ ഇവിടെ 11. 11നകത്ത് 2 5 ടൈംസ് അല്ലേ? വീണ്ടും ബാലൻസ് 1 വന്നു. അപ്പോൾ 1 10. 10നകത്ത് 5 ടൈംസ്. ഇത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. കാര്യം എന്ന് വെച്ചാൽ 2 + 5 7, 7 + 5 12. 12 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയേ, 8 × 3 24 അല്ലേ? ബാലൻസ് 1 15. 3 5s are 15. ഓക്കെ, 85നെ പറ്റുമോ? 8 + 5 എന്താണ്? 13 ആകും. 13 ആകുമ്പോഴത്തേക്കും അത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 എന്ന് പറയുന്ന എൻഡ് ഡിജിറ്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 0 5 എൻഡ് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 8നകത്ത് 5 1 ടൈംസ്. ബാലൻസ് എത്രയുണ്ട്? ഇവിടെ 3 ഉണ്ട്. 3 ഇവിടെ വരുമ്പോഴത്തേക്കും 35. 35നകത്ത് 5 എത്ര ടൈംസ് ഉണ്ട്? അതായത് 35നകത്ത് 7 ടൈംസ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എത്രയാണ്? 510ന്റെ വരുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു ഫാക്ടർ ഏതൊക്കെയാണ്? 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17 അല്ലേ? ഇനി നമുക്ക് പവർ കൊടുത്തെഴുതാം. 1 1 1 1 അല്ലേ? തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് 92നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ചിട്ട് 4 2s are 8. ബാലൻസ് 1 12. 6 2s are 12. 2 2s are 4. 3 2s are 6 അല്ലേ? അപ്പോൾ 23. അപ്പം നമുക്ക് 92ന്റെ ഫാക്ടർ ഏതൊക്കെ കിട്ടിയത്? 2 ഇൻറ്റു 2 ഇൻറ്റു 23. ഇതേ നമുക്ക് ഓർഡറിൽ എഴുതാം. 2² ഇൻറ്റു 2 ഇൻറ്റു 2² ഇൻറ്റു 23 അല്ലേ? അപ്പം നമുക്കിവിടെ നോക്കിക്കേ, ഇവിടെ 2ന്റെ ഫാക്ടർ ഇവിടെ 2 എണ്ണം ഉണ്ട്. 2² ഉണ്ട്, 2 ഉണ്ട് അല്ലേ? നോക്കിക്കേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാം. ഇത് ഓർഡറിൽ എഴുതി കാണിക്കാം കേട്ടോ. 92ന്റെ നമുക്ക് ഒന്നും കൂടെ എഴുതാം. ഓർഡറിൽ തന്നെ എഴുതാം. 2 ഇൻറ്റു 2 ടൈംസ് ഉണ്ടല്ലോ. അപ്പം 2⁻²2 എന്ന് എഴുതാം. ഇൻറ്റു 23. ക്ലിയർ ആണല്ലോ? അപ്പം ഇവിടെ നോക്കിക്കേ, നമുക്ക് HCF കണ്ടുപിടിക്കാം. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ടുള്ളതും സ്മോളസ്റ്റ് പവർ ഉള്ളതുമാണ്. ഇവിടെ കോമൺ ആയിട്ട് 2 മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും കോമൺ അല്ല. അതുകൊണ്ട് നമുക്ക് അത് എടുക്കാം, 2 എടുക്കാം. അതിൻ്റെ സ്മോളസ്റ്റ് പവർ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ പവർ എത്രയാണ്? അപ്പോൾ 1 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2⁻1. 2⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന HCF എന്താണ്? 2. ഇനി LCM നോക്കാം. LCM നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. പിന്നെ LCM എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൽ, അതായത് ഗ്രേറ്റസ്റ്റ് പവർ ഉള്ളതും എന്നാൽ അതിനകത്തുള്ള ഫാക്ടേഴ്സ് എല്ലാം ഇൻവോൾവ് ആവുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള നമ്പേഴ്സ് 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 17 ഉണ്ട്, 23 ഉണ്ട് അല്ലേ? പവർ ഏറ്റവും ഹയസ്റ്റ് 2 × 2². അപ്പം നമുക്ക് എഴുതാം 2² ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17 ഇൻറ്റു 23. കണ്ടോ? ഇത്തിരി വലിയ നമ്പേഴ്സാണ്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണ് LCM കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമാർക്കും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, 2⁻2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 4. 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 5 60. കണ്ടോ? ഇൻറ്റു ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 17ഉം 23യും കൊണ്ട് ചെയ്യാം. 17 23. 7 3s are 21. 2 1 3s are 3 plus 2 5. 7 2s are 14
1 1 into 2 2 plus 1 3 അല്ലേ 1 5 plus 4 9 391 അല്ലേ 391 കിട്ടിയല്ലോ. ഇനി 391നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 0 ചേർക്കുക. 391 into 6 1 6 are 6 9 into 6 54 5 6 into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 18 plus 5 എന്ന് പറഞ്ഞാൽ 23 2 3 4 6 പിന്നെ നമ്മൾ മറന്നുപോയോ ഒരു 0യും കൂടെ ഉണ്ട്. നമ്മൾ 6 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ, 16 കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും റൈറ്റിൽ ഒരു 0യും കൂടി ഇടും. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 2 3 4 6 0 ആണ് നമ്മുടെ ഈ ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. HCF കിട്ടിയിരിക്കുന്നത് 2 ആണ് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അതിന് ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് അല്ലേ. ടു നമ്പേഴ്സ് ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് HCF LCM കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 2 3 4 6 0 അല്ലേ. 2 3 4 6 0 അല്ലേ. ഇൻറ്റു HCF നമുക്ക് കിട്ടി ഇവിടെ 2 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 5 10 92. അപ്പോൾ 5 10 ഇൻറ്റു 92. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എളുപ്പമാർഗം എന്താണ്? 2 3 4 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 0 ചേർക്കുക അല്ലേ. 2 3 4 6 0 2 3 4 6 ഇൻറ്റു 2 ഉണ്ട്. 6 ഇൻറ്റു 2 12 1 4 ഇൻറ്റു 2 8 8 ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 3 ഇൻറ്റു 2 6 2 ഇൻറ്റു 2 4 പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 0യും കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? 4 6 9 2 0. അപ്പം LCM ഇൻറ്റു HCF 4 6 9 2 0 കിട്ടി. ഇനി ഇപ്പുറത്തെയും കൂടെ നോക്കാം. എളുപ്പത്തിന് നമുക്ക് 51 92 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 ചേർക്കുക. 92 ഇൻറ്റു 51 1 ഇൻറ്റു 2 2 1 ഇൻറ്റു 9 9 5 ഇൻറ്റു 2 10 1 9 ഇൻറ്റു 5 45 1 46 2 9 4 6. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 4 6 9 2. ഇനി ഒരു 0യും കൂടെ ബാലൻസ് ഉണ്ട് അല്ലേ. 0യും കൂടെ ഇടുക. കിട്ടിയില്ലേ? അപ്പോൾ രണ്ട് സൈഡിലെ ആൻസർ LCM HCF കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 6 9 2 0 കിട്ടി. ഇതിൻ്റെ സംഖ്യകളുടെ പ്രോഡക്റ്റ് കണ്ടപ്പം 4 6 9 2 0 കിട്ടി. എന്താണ്? രണ്ട് ഈക്വൽ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലേ. ടു നമ്പേഴ്സ് ദാറ്റ് ഈസ് LCM ഇൻറ്റു ദാറ്റ് ഈസ് LHS ഈസ് ഈക്വൽ ടു RHS അല്ലേ. ഹെൻസ് വെരിഫൈഡ്. കണ്ടോ? ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇത് ഈ രണ്ട് കണക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കെ.